A lot of things are happening in my life, and I'm slowly transitioning into a wise and strong woman. ഞാനൊരു ഏർലി ബേർഡാണ്. രാവിലെ എണീറ്റ മാക്സിമം എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. എന്തോ നല്ലൊരു പീസ് എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഈയിടെയായിട്ട് എൻ്റെ ലൈഫിൽ നടക്കാറില്ല. പക്ഷേ ഈ ഒരു ഫേസ് ഓഫ് ലൈഫും എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. Like to take things slow, to treat my fellow human beings with kindness and compassion. ചെറിയ കാര്യങ്ങൾ ലൈക്ക് വാച്ചിങ് എ സൺറൈസ് ഓർ എ സൺസെറ്റ് അതൊക്കെ എൻജോയ് ചെയ്യാൻ അങ്ങനെ കുറേ എൻ്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ സ്ലോ ആൻഡ് എസ്തറ്റിക് ഒന്നും അല്ല കേട്ടോ. ഐ എം എ ഗേൾ ഹൂസ് റിസൈഡിങ് ഇൻ കേരള. സോ വളരെ നോർമലായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് എൻ്റേത്. പക്ഷേ ടൈം കിട്ടുമ്പോഴെല്ലാം ലൈഫിലെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് വളരെ കാമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാട്ടോ ഞാൻ. ഓൾസോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ. യു ആർ സച്ച് എ പ്രഷ്യസ് സോൾ. വളരെ ചെറിയൊരു ഫാമിലിയാണ് നമ്മളിപ്പോൾ. അതിൽ നിങ്ങൾ ഓരോരുത്തരും വരുന്നതിൽ ഐ എം ഡീപ്ലി ഓണേർഡ്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗെറ്റ് ടു ഷെയർ ദിസ് സൈഡ് ഓഫ് മീ. വളരെ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ ഒരു ഡേയ്സും എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈക്വലി പീസ്ഫുൾ ആയിട്ടുള്ള ഡേയ്സും. മോർണിംഗ് എഴുന്നേറ്റ് റുട്ടീൻസൊക്കെ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫ്രഷായി പുറത്തേക്ക് വരാൻ ഞാൻ നോക്കൂ കേട്ടോ. കുറച്ച് ടൈം പ്ലാന്റ്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്. അങ്ങനെ ഇന്നും കുറച്ച് നേരം പ്ലാന്റ്സിൻ്റെ കൂടെ നിന്നു. ഓരോ ലീഫ് തൊടുമ്പോഴും അതിൻ്റെ ടെക്സ്ചേഴ്സ് വളരെ ഏർത്ത്ലി ഫീലാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇന്നങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നുള്ള ദിവസമല്ല, വളരെ കാമായിട്ടുള്ള ഒരു മോർണിംഗാണ്. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല കേട്ടോ. സോ വീട്ടിൽ ഇന്നലെ വാങ്ങിയ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ അൺബോക്സ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. എനിക്കിങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഈ അൺബോക്സിങ്. അങ്ങനെ ഞാനതെല്ലാം അൺബോക്സ് ചെയ്ത് വെച്ചു. പണ്ടൊക്കെ ഈ ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഞാൻ വാരി വലിച്ച് കീറിക്കളഞ്ഞൊരു വൃത്തിയില്ലാണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഓപ്പൺ ചെയ്യണ്ടാവുക. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ ഞാൻ നല്ല വൃത്തിക്കെല്ലാം ചെയ്യുന്നത്. ഇന്നലെ മഴ പെയ്തത് കൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ചെടികൾക്കൊന്നും വെള്ളമൊഴിക്കേണ്ടി വന്നില്ല. എല്ലാ ഇലകളുടെയും പൂക്കളുടെയും ടിപ്സിലൊക്കെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു മോർണിംഗ്. വളരെ റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലൊക്കെ കയറിയപ്പോൾ ഉമ്മി എനിക്ക് നാസ്ത തന്നു കേട്ടോ. ഇന്ന് ദോശയും ചട്നിയും ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ വൺ ഓഫ് ദി ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഈ ദോശ ചട്നി, ദോശ സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് ഞാൻ നട്ട വെളുത്തുള്ളി കേട്ടോ. അത് ഞാൻ വെറുതെ നട്ടതാണ്. ബട്ട് അതിൽ നിന്ന് മുളയെല്ലാം വന്ന് ഇതിപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇൻഷാ അല്ലാഹ് റീപോർട്ട് ചെയ്യാൻ നോക്കണം. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കിച്ചണിൽ ഉമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുന്നതിൽ ഉമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇങ്ങനെ വേപ്പിലൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പ്ലാസ്റ്റിക് കവറിൽ എയർ ടൈറ്റായിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഉമ്മയ്ക്ക് അതെടുത്ത് കറിയിലേക്കൊക്കെ ഇട്ടാൽ മതിയാവും. സോ ഇന്ന് ഉമ്മി വെല്ലുമ്മൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വെല്ലുമ്മക്ക് കുറച്ച് വേപ്പില വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വലിയൊരു വേപ്പിലേൻ്റെ മരമൊന്നുമല്ല, ചെറിയ ഒരു മരമാണ്. പക്ഷേ വളരെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വേപ്പില കിട്ടിയിട്ടുണ്ട്. മിക്കവരും ഞങ്ങളുടെ നെയ്ബേഴ്സൊക്കെ ഇതിൽ നിന്നാണ് വേപ്പില എടുക്കാറുള്ളത്. അങ്ങനെ ഞാൻ വേപ്പിലൊക്കെ പറിച്ചു, അത് പാക്ക് ചെയ്ത് വെല്ലുമ്മക്ക് കൊടുത്തു വിട്ടു കേട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Until we see again in the next vlog, take care.